നമസ്കാരം. സുധീഷ് ചെമ്പകശ്ശേരിയാണ് കേട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് നമ്മുടെ പഞ്ചായത്തിലെ ഒരു കുടുംബത്തിന് ചെറിയൊരു സഹായം കൂടി ചെയ്യാൻ സാധിച്ചു. അപ്പോൾ അത് വേറൊന്നുമല്ല, നമ്മൾ ആ വീട്ടിൽ പോയ സമയത്ത് അതിൻ്റെ കോണിക്കൂടിൻ്റെ മുകളിലൊരു ടാർപ്പായ ഇട്ടിട്ട്, അവർക്ക് സാമ്പത്തികമായിട്ട് വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു കുടുംബമാണ്. അപ്പോൾ ടാർപ്പായ ഇട്ടിട്ട് അതിൻ്റെ ഉള്ളിൽ മുഴുവൻ മഴ പെയ്തപ്പോൾ ഫുള്ള് വെള്ളമായിട്ട് കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു. അപ്പം തന്നെ അത് കണ്ടപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ശ്രീഭദ്ര കൺസ്ട്രക്ഷൻ്റെ ഗോപേട്ടുണ്ട്, നമ്മുടെ തിരുവാഴിയോട് രംഗോലി സൂപ്പർ മാർക്കറ്റൊക്കെ നടത്തുന്ന ഗോപേട്ടനെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോകളിലൂടെയൊക്കെ കണ്ട് പരിചയമുണ്ട്. അപ്പോൾ ഞാൻ അപ്പം തന്നെ ഗോപേട്ടനെ വിളിച്ചു. ഗോപേട്ടാ, ചെറിയൊരു സഹായം നമുക്ക് തന്നെ ചെയ്യണം, എന്താ ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. അപ്പോൾ ഗോപേട്ടൻ പറഞ്ഞു അവിടേക്ക് ആവശ്യമായിട്ടുള്ള ഷീറ്റുകൾ പോയിട്ട് മംഗലാപുരത്ത് നിന്ന് വാങ്ങിക്കോളൂ, പൈസ ഞാൻ കൊടുത്തോളാം പറഞ്ഞു. അപ്പോൾ അതിന് ശേഷമാണ്, നമുക്കിതൊന്നും ചെയ്ത് പരിചയമില്ല, അപ്പോൾ ശേഷം അതിന് കമ്പികൾ വേണം. അപ്പം ഞാൻ വേഗം നമ്മളെ കുറേ കാര്യങ്ങൾക്ക് നമ്മളെ സഹായിച്ചിട്ടുള്ള ജ്യോതിഷ് കളരിക്കൽ, അപ്പോൾ അവനെ വിളിച്ചു. കുട്ടങ്ങനെ കുറച്ച് കമ്പികൾ അതിലേക്ക് വാങ്ങിത്തരാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു സുധിയേട്ടൻ വാങ്ങിക്കോളൂ പറഞ്ഞു, എവിടെ വെച്ച് വാങ്ങിക്കോളൂ, പൈസ ഇട്ട് തരാൻ പറഞ്ഞു. അങ്ങനെ അതും വാങ്ങി. അത് കഴിഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെ പഠിച്ച ബാലൻ, കൂട്ടുകാരൻ, ഞങ്ങൾ 10ാം ക്ലാസ് വരെ ഒന്നിച്ച് പഠിച്ചാട്ടോ, കൂട്ടുകാരൻ, എന്താ നീ ഇവിടെ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, അപ്പം അതിന് വേണ്ടി സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഒരു കാര്യം ചെയ്യേണ്ട, പണി ഞാൻ എടുത്തു കൊടുക്കാം പറഞ്ഞു. അപ്പോൾ ഞാനും അവനും കൂടി വൈകുന്നേരത്തോട് കൂടിയിട്ട് അവരുടെ ആ കോണിക്കൂടിൻ്റെ മുകളിൽ ഷീറ്റ് പാകി വൃത്തിയാക്കി കൊടുക്കാൻ സാധിച്ചു. അപ്പോൾ എന്തായാലും ഞാൻ ഈ ചെയ്തു കൊടുത്തു എന്ന് പറയാൻ വേണ്ടിയല്ല വന്നത്. നമ്മൾ വിളിച്ചപ്പോൾ തന്നെ, നമ്മൾ ഇങ്ങനത്തെ കാര്യം പറഞ്ഞ് വിളിച്ചപ്പോൾ തന്നെ അപ്പം തന്നെ കാര്യങ്ങൾ ചെയ്ത ഗോപേട്ടനും അതുപോലെ തന്നെ ജ്യോതിഷ് കളരിക്കലിനും അതുപോലെ കൂടെ പണിക്കായിട്ട് കൂടെ നിന്ന ബാലനും 1000 നന്ദി. അപ്പോൾ എന്തായാലും വളരെയധികം സന്തോഷം തോന്നി. എനിക്കാണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും പെട്ടെന്ന് കണ്ടാൽ സഹിക്കില്ല. അപ്പോൾ അത് വല്ലാത്തൊരു സന്തോഷം തോന്നി. അപ്പം തന്നെ അന്നെ അത് ചെയ്തു കൊടുക്കാൻ കഴിഞ്ഞതിലാണ് വളരെയധികം സന്തോഷം. കാരണം അപ്പം തന്നെ തീരുമാനിച്ച് അപ്പം തന്നെ ആ കാര്യം നടപ്പിലാക്കാൻ കഴിഞ്ഞു. അപ്പോൾ എന്തായാലും ഒരുപാട് നന്ദി. സഹായിച്ച ഇവരോടൊക്കെ ഒരുപാട് കാര്യങ്ങൾക്ക് ഇപ്പോൾ നാട്ടിൽ നമുക്ക് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. കുറേ ആളുകളുടെ സഹായം കൊണ്ടാണ് അത് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അപ്പോൾ വീണ്ടും അവരോടൊക്കെ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. ഇനിയും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത്. അതെന്തായാലും വളരെയധികം സന്തോഷം. നന്ദി.